Next problem, find the basis of the row and column null space of the following matrix. A is equal to 1 1 1 1 1 2 1 2 3 4 3 4. ഓക്കെ, അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു 3/4 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ 3/4 മെട്രിക്സിൻ്റെ റോ നൾ സ്പേസും കോളം നൾ സ്പേസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ എന്താണ് കോളം നൾ സ്പേസും എന്താണ് റോ നൾ സ്പേസും എന്ന് നമുക്കറിയണം. അപ്പോൾ കോളം നൾ സ്പേസിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ ദ കോളം വെക്ടേഴ്സ് എക്സ് സച്ച് ദാറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു 0 ഈസ് കാൾഡ് ദ കോളം നൾ സ്പേസ് ഓഫ് ദി m/n മെട്രിക്സ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് റോ നൾ സ്പേസിൻ്റെ ഡെഫിനേഷൻ എന്ന് നോക്കണം. ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ ദ റോ വെക്ടേഴ്സ് y സച്ച് ദാറ്റ് ya is equal to 0 is called the row null space of the m/n matrix A എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് ya is equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ya ട്രാൻസ്പോസ് is equal to 0 എന്ന് വരും. അതായത് A ട്രാൻസ്പോസ് y ട്രാൻസ്പോസ് is equal to 0 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോളം നൾ സ്പേസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ കോളം നൾ സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇക്വേഷനാണ് AX is equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്? ഈ ഗിവൺ മെട്രിക്സ്, അതായത് ഗിവൺ മെട്രിക്സ് A എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 1 1 1 1 2 1 2 3 4 3 4 എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളോട് ഒരു 3/4 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 അൺനോൺസ് നമുക്ക് ഉണ്ടായിരിക്കും. സോ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു കോളം വെക്ടറാണ് എടുക്കേണ്ടത്. കോളം വെക്ടർ എന്തെടുക്കണം? x1 x2 x3 x4 എന്ന് പറഞ്ഞ്, അതായത് നമുക്ക് 4 അൺനോൺസ് ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ കോളം വെക്ടർ ഇങ്ങനെ എടുത്തേനെ. ഇനി 0 എന്ന് പറയുന്ന കോളം വെക്ടർ എടുക്കേണ്ടത് 0 0 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് AX is equal to 0 എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത് പറയണം? ആ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. റാങ്ക് കണ്ടുപിടിച്ചിട്ട് എത്ര നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഗിവൺ മെട്രിക്സിൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ അതിനെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. ഇനി നമുക്ക് വേണ്ടത് ഈ പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും എൻ്റെ തേർഡ് പൊസിഷനിലും നമുക്ക് എന്ത് വെക്കണം? 0 0 ആക്കണം. അപ്പോൾ അങ്ങനെ 0 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് R2 ചേഞ്ചസ് ടു, അതായത് സെക്കൻഡ് റോ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നത് R2 - R1 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ സെക്കൻഡ് റോ, അതായത് നമ്മുടെ ഗിവൺ മെട്രിക്സിൻ്റെ ഈ സെക്കൻഡ് റോ എന്ന് ചേർന്ന് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ R2 - R1 ഇത് സബ്ട്രാക്ട് ചെയ്യുക ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് 1 1 1 1. R1 ഒരു ചേഞ്ചും ഇല്ല, അതങ്ങനെ തന്നെ ചെയ്തു. R2 എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തിരിക്കുന്നത് R2 - R1. R2 - R1 പറയുമ്പോൾ 1 - 1 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറി? 0 വന്നു. അതുമാതിരി തന്നെ 2 - 1 1 ആൻഡ് 1 - 1 0 ആൻഡ് 2 - 1 is equal to 1 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇത് തേർഡ് റോൻ്റെ ഈ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് നമുക്ക് 0 ആക്കണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് R3 ചേഞ്ചസ് ടു R3 - 3 R1 എന്നാണ്. അങ്ങനെ നമുക്കത് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്നതാണ് 0 1 0 1 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എൻട്രി 1ഉം റിമൈനിങ് എൻട്രീസ് 0 0 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണിക്കേണ്ടത് സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് എൻട്രീനെ 0 ആക്കാം. സെക്കൻഡ് എൻട്രി 1 തന്നെ, എൻ്റെ തേർഡ് എൻട്രി എന്ന് പറയുന്നത് 0 ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് എന്തൊക്കെ ചെയ്തെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് റോ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് റോയിൽ ആ എൻട്രി എന്ന് പറയുന്നത് 0 ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്ന എലമെൻ്ററി റോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് R1 ചേഞ്ചസ് ടു R1 - R2 എന്ന് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് പ്ലേസിലെ ആ എൻട്രി 1 ആക്കായിരുന്നു വേണ്ടത്. നമുക്ക് ഓൾറെഡി അവിടെ 1 തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആ റോയ്ക്ക് ഒരു ട്രാൻസ്ഫോർമേഷനും ഇനി നടത്തേണ്ടതില്ല. ഇനി വേണ്ടത് തേർഡ് എൻട്രിയിലെ തേർഡ് റോയിലെ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് നമുക്ക് 0 ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എലമെൻ്ററി റോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് R3 ചേഞ്ചസ് ടു R3 - R2 എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1 0 1 0 ആൻഡ് 0 1 0 1 0 0 0 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് തേർഡ് റോ എന്ന് പറയുന്നത് ഫുള്ള് 0 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയുള്ള
അപ്പോൾ ഇനി ഇവിടെയുള്ള നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻസ് കോളംസ് റോസ് എന്ന് പറയുന്നത് 2 റോയേ ഉള്ളൂ. ഇപ്പോൾ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് 2 ആയതുകൊണ്ട് തന്നെ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിൻ്റെ റാങ്ക് നമുക്ക് 2 ആണെന്ന് കിട്ടി. ആൻഡ് നമ്പർ ഓഫ് അൺനോൺസ് 4 എന്നും പറഞ്ഞു. അപ്പോൾ മെട്രിക്സിൻ്റെ റാങ്ക് നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് അവിടെ ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അതായത് AX is equal to 0 എന്ന് പറയുന്ന മെട്രിക്സ് ഇക്വേഷൻ ആൾവേസ് കൺസിസ്റ്റൻ്റ് ആണ്. ആൻഡ് 0 0 എന്ന് പറയുന്ന മെട്രിക്സ് ഓൾവേസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ മെട്രിക്സിന് ഫുൾ റാങ്ക് അല്ല, റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്തുണ്ട്, ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അതുമാതിരി തന്നെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ദ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ഓഫ് ദ ഹോമോജീനിയസ് ഇക്വേഷൻ AX is equal to 0 എന്ന് പറയുന്നത് n-r ആണ്. n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്, 4. അപ്പോൾ n is equal to 4ഉം നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റാങ്ക് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇനി നമുക്ക് എത്ര നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട് എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, n-r കാൽക്കുലേറ്റ് ചെയ്യണം. സോ n-r എന്ന് പറയുന്നത് എന്തായിരിക്കും, 4 - 2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഉണ്ട് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ AX is equal to 0 എന്ന് പറയുന്ന മെട്രിക്സ് ഇക്വേഷൻ വന്നു, അതിൽ എൻ്റെ റാങ്ക് കണ്ടുപിടിച്ചു. ഇപ്പോൾ ആ സിസ്റ്റത്തിന് എന്ന് പറയുന്നത് 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ ആ മെട്രിക്സ് ഇക്വേഷൻ ഇക്വാലൻ്റ് ടു എന്തായിരിക്കും, ഇതാണ് നമ്മൾ റോ റെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന മെട്രിക്സ് എടുത്തു. 1 0 1 0 0 1 0 1 0 0 0 ഇൻറ്റു x1 x2 x3 x4 ഈസ് ഈക്വൽ ടു 0 0 0 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിത് എന്ത് ചെയ്യണം, അതായത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഫോം ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ഇൻറ്റു x1 പ്ലസ് 0 ഇൻറ്റു x2 മീൻ 1 പ്ലസ് 1 ഇൻറ്റു x3 പ്ലസ് 0 ഇൻറ്റു x4 എന്ന് പറയും. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരിക്കും, x1 പ്ലസ് x3 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഇനി നമ്മൾ അതേമാതിരി തന്നെ എന്ത് ചെയ്യാണ്, സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x2 പ്ലസ് x4 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. തേർഡ് റോ മൊത്തം 0 ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്തായാലും പ്രത്യേകിച്ച് ഒരു ഇക്വേഷനും ഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസിനെ, അതായത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് x1 പ്ലസ് x3 is equal to 0 ആയിരുന്നു. അതിന് x1 is equal to മൈനസ് x3 എന്ന് പറയാം. അതേമാതിരി തന്നെ x2 പ്ലസ് x4 is equal to 0, അതിൽ നിന്ന് നമുക്ക് x2 is equal to മൈനസ് x4 എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമ്പർ ഓഫ് അൺനോൺസ് ആണ് ഏതൊക്കെയാണ്, അതായത് x1 x2 x3 x4 എന്നാണ്. അപ്പോൾ x1 x2 x3 x4 is equal to x1ന് പകരം എന്ത് റീപ്ലേസ് ചെയ്യാം, മൈനസ് x3 എന്ന് റീപ്ലേസ് ചെയ്യാം. ആൻഡ് x2ന് പകരം മൈനസ് x4 എന്ന് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയ കോളം വെക്ടറാണ് എന്ത് പറയുന്നത്, മൈനസ് x3 മൈനസ് x4 x3 x4 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈസ് ഈക്വൽ ടു x3 ഇൻറ്റു x3ൻ്റെ കോയിഫിഷ്യൻറ്റ്. ഇവിടെ x3ൻ്റെ കോയിഫിഷ്യൻറ്റ് എന്താ, -1. സെക്കൻഡ് റോയിൽ x3ൻ്റെ കോയിഫിഷ്യൻറ്റ് ഇല്ല, സോ 0. എൻ്റെ തേർഡ് റോയിൽ 1 ഉണ്ട്, സോ അവിടെ 1. എൻ്റെ ഫോർത്ത് റോയിൽ അതെന്തായിട്ട് മാറി, 0 ആയി. സോ x3 ഇൻറ്റു അതിൻ്റെ കോയിഫിഷ്യൻസ് വരുന്നത് ഇവിടെ എടുത്ത് എഴുതിയതാണ്. ഇപ്പോൾ -1 0 1 0 എന്ന് പറയുന്നത് പ്ലസ് x4 ഇൻറ്റു ഫസ്റ്റ് റോയിൽ x4ൻ്റെ ടേം ഉണ്ടോ, ഇല്ല. അപ്പോൾ അവിടുത്തെ എന്താ കോയിഫിഷ്യൻറ്റ് 0 ആണ്. സെക്കൻഡ് റോയിൽ x4ന് -1 ആണ് കോയിഫിഷ്യൻറ്റ്, അത് ഇവിടേക്ക് എടുത്ത് എഴുതി -1. എൻ്റെ തേർഡ് റോയിൽ എന്ന് പറയുന്നത് നമുക്ക് അവിടെ x4ൻ്റെ കോയിഫിഷ്യൻ്റ് ഇല്ല, 0. എൻ്റെ ഫോർത്തിൽ 1 എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് കിട്ടി. ഏതൊക്കെയാണ് 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ്, ദ കോളം വെക്ടർ -1 0 1 0 എന്ന് പറയുന്നതും 0 -1 0 1 എന്ന് പറയുന്നതായിരുന്നു ആ കോളം വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോളം വെക്ടേഴ്സ് ആണ് നമ്മൾ AX is equal to 0 എന്ന് പറയുന്ന ആ സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ്റെ 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്തായിരുന്നു, ദ കോളം നൾ സ്പേസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ദ സബ് സ്പേസ് ജനറേറ്റഡ് ബൈ ദാറ്റ് വെക്ടേഴ്സ്, ഈ വെക്ടേഴ്സിനെ പറയുന്നത്. ദെയർഫോർ ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എ ബേസിസ് ഓഫ് ദ കോളം നൾ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഈ 2 വെക്ടറാണ്, -1 0 1 0 ആൻഡ് 0 -1 0 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ ഇത് കിട്ടി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോളം നൾ സ്പേസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതേമാതിരി തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, റോ നൾ സ്പേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ റോ നൾ സ്പേസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞത്, ദ സബ് സ്പേസ് ജനറേറ്റഡ് ബൈ ദ റോ വെക്ടേഴ്സ് y such that y is equal to 0 എന്ന് പറയുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തുള്ള ഇക്വേഷൻ ആയിരുന്നു നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു A ട്രാൻസ്പോസ് Y ട്രാൻസ്പോസ് is equal to 0 എന്ന് പറഞ്ഞത്. ആ Y ട്രാൻസ്പോസിനെ ഞാൻ Y എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ട് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഇക്വേഷൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് A ട്രാൻസ്പോസ് കാണണം. A ട്രാൻസ്പോസ് കാണാനും വേണ്ടിയിട്ട് 1 1 1 1 1 2 1 2 3 4 3 4 ഓൾ ട്രാൻസ്പോസ്. അപ്പോൾ അതിൻ്റെ റോയും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ആ മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ഒരു 4/3 മെട്രിക്സ് ആയി മാറി. എന്തായി മാറി, 1 1
3 1 2 4 1 1 3 1 2 4. ഓക്കെ, ഇനി ഇവിടുത്തെ y എന്ന് പറയേണ്ടത് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ y1 y2 y3 ആണ് എടുക്കേണ്ടത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എന്താണ്? ഒരു 3/4 മെട്രിക്സ് ആണ്, 4/3 മെട്രിക്സ് ആണ്. സോ നമുക്ക് നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് ഇവിടെ 3 അൺനോൺസ് ആണുള്ളത്. സോ ആ അൺനോൺസിന് ഞാൻ y1 y2 y3 എന്ന് പറഞ്ഞു. ആൻഡ് 0 മെട്രിക്സ് 0 0 0. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണിക്കണം? ഇതിന് എത്ര എന്താ പറയുക സൊല്യൂഷൻ, അതായത് ഇക്വേഷന് എ ട്രാൻസ്പോസ് വൈ ഇസ് ഈക്വൽ ടു 0ക്ക് എത്ര സൊല്യൂഷൻ ഉണ്ട് എന്ന് നോക്കണം, എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ഉണ്ട് എന്ന് നോക്കണം. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ കാണാൻ വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആക്കുക, ബാക്കിയുള്ള എൻട്രീസിനെ, അതായത് ഈ റിമൈനിങ് എൻട്രീസിനെ നമുക്ക് എന്താക്കുക? 0 0 ആക്കുക വേണ്ടത്. ഇവിടെ 1 ആയതുകൊണ്ട് ഇതിൽ വലിയ ചേഞ്ച് ഒന്നുമില്ല. ആ റോ അങ്ങനെ തന്നെ എഴുതി 1 1 3 എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എൻട്രി 0 ആക്കണം, തേർഡ് റോയിലെ ഫസ്റ്റ് എൻട്രി 0 ആക്കണം, ആൻഡ് ഫോർത്ത് റോയിലെ ഫസ്റ്റ് എൻട്രി 0 ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 ആൻഡ് R3 ചേഞ്ചസ് ടു R3 മൈനസ് R1 ആൻഡ് R4 ചേഞ്ചസ് ടു R4 മൈനസ് R1. അങ്ങനെ ചേഞ്ച് വരുമ്പോൾ നമുക്ക് A ട്രാൻസ്പോസ് സിമിലർ ടു 1 0 0 0 1 1 0 1 3 1 0 1 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രി 0 ആക്കണം. ഇത് ഓൾറെഡി 1 ആക്കണം, അത് അവിടെ 1 തന്നെയാണ്. പിന്നെ ഇത് 0, അപ്പോൾ പിന്നെ ഇത് എന്താണ്? ഇതും 0 ആക്കണം. പിന്നെ താഴത്തെ ഫോർത്ത് റോയിലെ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നതും 0 ആക്കണം. അപ്പോൾ ഇത് രണ്ടും ഗിവൺ ഫോമിലാണ്. അപ്പോൾ ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് R1 ചേഞ്ച് ചെയ്യണം, അതേമാതിരി തന്നെ R4 ചേഞ്ച് ചെയ്യണം. അപ്പോൾ R1 ചേഞ്ചസ് ചെയ്യുന്ന ഇക്വേഷനാണ് R1 ചേഞ്ചസ് ടു R1 മൈനസ് R2 ആൻഡ് R4 ചേഞ്ചസ് ടു R4 മൈനസ് R2 എന്ന് പറയുന്നത്. സോ അത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വന്നു? മെട്രിക്സ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് 1 0 2 0 1 1 0 0 0 0 എന്ന് വന്നു. ഇപ്പോൾ ലാസ്റ്റ് 2 റോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 0 ആണ്. ഇപ്പോൾ ഇവിടെയും നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് എന്ന് പറയുന്നത് എത്ര എണ്ണേ ഉള്ളൂ? 2 എണ്ണേ ഉള്ളൂ. സോ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായി കിട്ടി? നമുക്ക് 2 ആണെന്ന് കിട്ടി. ഇവിടുത്തെ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? നമുക്ക് 3 ആണെന്ന് അറിയാം. അപ്പോൾ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അതുകൊണ്ട് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്തുണ്ട്? ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എത്ര അങ്ങനത്തെ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് n-r, ഇപ്പോൾ n-r എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരിക? 3 - 2 = 1 എന്ന് പറയും. ഓക്കെ, അപ്പോൾ എ ട്രാൻസ്പോസ് ഇൻറ്റു y = 0 എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇവിടെ എത്ര സൊല്യൂഷൻ ഉണ്ട്? 1 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷനേ ഉള്ളൂ. ഇപ്പോൾ ഇനി സൊല്യൂഷൻ ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എ ട്രാൻസ്പോസിനെ റെഡ്യൂസ് ചെയ്ത മെട്രിക്സ് ഇൻറ്റു കോളം വെക്റ്റർ y1 y2 y3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? 1 0 2 0 1 1 0 0 0 0 y1 y2 y3 = 0 0 0 എന്ന് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇനി അതിന് ഇക്വേഷൻസ് ഫോം ചെയ്യുമ്പോൾ അതായത് 1 × y1 + 0 × y2 + 2 × y3 = 0 എന്ന് വരും. എന്ത് വരും? y1 + 2y3 = 0. സെക്കൻഡ് റോ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y2 + y3 = 0 എന്ന് വന്നു. ഓക്കെ, അപ്പം y1 പകരം നമുക്ക് എന്ത് എഴുതാം? y1 = ഈ ഒരു ഇക്വേഷനിൽ നിന്ന് y1 = -2y3 എന്നും ഈ ഒരു ഇക്വേഷനിൽ നിന്ന് y2 = -y3 എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? y1 y2 y3 ആണ് കാണേണ്ടത്. അപ്പോൾ y1 y2 y3 y1 പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? -2y3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. y2 പകരം എന്ത് പറയുക? -y3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കിട്ടുന്നത് എന്ന് പറയുന്നത് പിന്നെ y3 എന്ന് പറയുന്നത് അങ്ങനെ തന്നെ പറഞ്ഞു. ഇനി y3 പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്ത് എഴുതുമ്പോൾ എന്ത് വരും? -2 1 -1 നമ്മൾ y3 പുറത്തേക്ക് എടുക്കുമ്പോൾ -2 -1 1 എന്ന് വരും. നമ്മൾ -y3 പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 1 -1 എന്നാണ് വരുന്നത്. അപ്പോൾ അതായത് എ ട്രാൻസ്പോസ് ഇൻറ്റു y = 0 എന്ന് പറയുമ്പോൾ ആ y എന്ന് പറയുന്നതായിരുന്നു എന്താ പറയുക? കോളം വെക്റ്റർ ആയിട്ടാണ് നമുക്ക് കിട്ടിയത് 2 1 -1 എന്ന് പറയുന്നത്. പക്ഷേ നമുക്കത് റോ നൾ സ്പേസിലെ ഒരു എലമെൻസിൻ്റെ ഫോം ആക്കിയിട്ട് എഴുതുമ്പോൾ അതിന് നമ്മൾ റോ വെക്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ ആ റോ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെ വരും: 2 1 -1 എന്ന് വരും. Therefore, the vector 2 1 -1 constitute a basis or the row null space of A എന്ന് പറയുന്നത്. ഓക്കെ.